ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടെക് ന്യൂസുകളാണ്. നമ്മുടെ ആദ്യത്തെ ടെക് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സാംസങ് വാച്ചിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു സാംസങ് വാച്ച് യൂസർ ആണെങ്കിൽ, അതായത് സാംസങ് വാച്ച് 7 സീരീസും ഇറങ്ങിയ സമയത്തും അതുപോലെ അൾട്രാ സീരീസ് ഇറങ്ങിയ സമയത്തും അവർ One UI 6 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചിൻ്റെ ലേറ്റസ്റ്റ് OS ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ അവരുടെ പഴയ മോഡൽസുകൾക്കും വന്നു തുടങ്ങി. അതായത് വാച്ച് 6-നും വന്നു തുടങ്ങി, 5-നും വന്നു തുടങ്ങി, 4-നും വന്നു തുടങ്ങി. അപ്പോൾ 4 വരെയുള്ളവർക്ക് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലിയാണ് ഇപ്പോൾ വാച്ച് 6ലേക്ക് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഡിഫറൻസ് മെയിൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ലീപ്പ് ട്രാക്കിംഗ് സൂപ്പർ ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്ലീപ്പ് ആക്നിയ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, ഡബിൾ പിഞ്ച് ഫീച്ചർ വന്നിട്ടുണ്ട്. അതാണ് വിറ്റ്. ഡബിൾ പിഞ്ച് ഫീച്ചർ നമ്മുടെ പഴയ വാച്ച് 4 തൊട്ടുള്ള മോഡൽസുകൾക്ക് വരെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ആപ്പിൾ നമ്മുടെ വാച്ച് അൾട്രാ 2-ൽ ഇറക്കിയ സാധനം അവർ വാച്ച് അൾട്രാ 1-ന് പോലും കൊടുത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ അൾട്രാ 2 ആണ്. അപ്പോൾ ഈ അൾട്രാ 2-ലുള്ള ഡബിൾ പിഞ്ച് സാധനം അൾട്രാ 1-ന് പോലും അവർ കൊടുത്തില്ല. പറയുമ്പോൾ ഒരു ചേഞ്ചസ് പോലും, എന്നിട്ട് അവന്മാർ കൊടുത്തില്ല. അതാണ് അവരുടെ വായ്പ പരിപാടി. അപ്പോൾ അതേപോലത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് വലിയ നോർമൽ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ചെറുതായിട്ട് ഫാസ്റ്റ് ചാർജിങ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പ് ഓൾമോസ്റ്റ് ഒരു 1 ഡേ അത്രയൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ. നോർമൽ വാച്ച് അൾട്രയിൽ എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്ര തന്നെയാണ് ബെറ്റർ. അപ്പോൾ അൾട്രാ 1 ആയാലും അൾട്രാ 2 ആയാലും ഓൾമോസ്റ്റ് 3 to 4 days കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ബെറ്റർ. എന്താ വെച്ചാൽ പക്ഷേ എന്താ വെച്ചാൽ അത് കുറച്ചുകൂടി സൈസ് വലുതാണ്, തടിയും കൂടുതലാണ്. ഇത് നമുക്ക് അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ എന്തായാലും ആൻഡ്രോയിഡിനെക്കാട്ടും ലൈറ്ററാണ് നമ്മുടെ iOS-ഉം അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് OS ഒക്കെ അതിനായിട്ടും ലൈറ്ററാണ്. എന്താ വെച്ചാൽ മൊബൈൽ എഡിഷൻ പോലത്തെ സാധനമാണ്. ഇപ്പോൾ ഇവരുടെ ആൻഡ്രോയിഡ് ഇപ്പോൾ വലുതായി നമ്മുടെ വിൻഡോസിനെ പോലത്തെ ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ സൈസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സറും ഡിഫറൻസ് വരും. എന്ന് വെച്ചാൽ ഇതിൽ എക്സിനോസിൻ്റെ പ്രൊസസ്സറാണ്. അപ്പോൾ അത്ര ലേറ്റസ്റ്റ് ആയിരിക്കണതിൽ കുറച്ചുകൂടിയും എന്താ പറയുക, നമ്മുടെ എനർജി കുറച്ച് യൂസ് ചെയ്യുന്ന പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എക്സിനോസിൻ്റെ തന്നെ. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ അതിന് മുമ്പിലത്തെ സീരീസിലെല്ലാം ഓൾമോസ്റ്റ് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പ്രൊസസ്സർ തന്നെയാണ് നമ്മുടെ എനർജി കൺസംഷനൊക്കെ നോക്കുകയാണെങ്കിൽ. പെർഫോമൻസ് നോക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് പക്ഷേ ഇതിൽ ഡബിൾ ടാപ്പ് ഫീച്ചറൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതാണ് വേറെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും നമ്മൾ ഡെയിലി പ്രാക്ടിക്കൽ യൂസിനൊന്നും കണ്ടിട്ടില്ല. അതല്ലാണ്ട് നമുക്ക് ചെറിയ മൈനർ ആയിട്ടുള്ള എന്താ പറയുക കോസ്മെറ്റിക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് വന്നേക്കുന്നത്. പക്ഷേ നിങ്ങളൊരു വാച്ച് 4 തൊട്ടൊരു ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. One UI 6 നമ്മുടെ വാച്ചിനുള്ള One UI 6 ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്ഡേറ്റ് ഓൾമോസ്റ്റ് 2 GB സൈസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ന്യൂസ് നമ്മളൊന്നും പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു OnePlus Open നമ്മൾ ആക്ച്വലി ഓർഡർ ചെയ്തിട്ടുണ്ടാകും ആമസോണിൽ. അപ്പോൾ OnePlus Open എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ 99,999 ആണ് ഇപ്പോൾ പ്രൈസ് ആമസോണിലൊക്കെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക ബെസ്റ്റ് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഒരു ചീപ്പസ്റ്റ് ഫോൾഡബിൾ ഫോൺ എന്ന് പറയാം OnePlus Openനെ. അത്യാവശ്യം നല്ല സ്പെക്സും കാര്യങ്ങളൊക്കെ Gen 2 പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൾഡബിൾ ഫോൺ തന്നെയാണ്. അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Open 2 ഇപ്പോൾ ആക്ച്വലി ലോഞ്ച് ആവാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ചൈനയിൽ ലോഞ്ച് ആയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ സ്പെക്സും അതിൻ്റെ ലുക്കും ആ സാധനങ്ങളൊക്കെ ലുക്കിനൊന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ മൈന്യൂട്ട് ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ സ്പെക്സുകളിൽ അത്യാവശ്യം നല്ല ഡിഫറൻസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ പറയുക OnePlus Open 2ൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെക്സിൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരിക്കും പ്രൊസസ്സർ വരാൻ പോകുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ എലൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്കറിയാം പെർഫോമൻസ് ജമ്പ് എത്രമാത്രം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയായിരിക്കും. 16 GB റാം തന്നെയാണ് വരാൻ പോകുന്നത്. മറ്റേത് നമുക്ക് ആദ്യം 250 മെഗാപിക്സലിലും 64 മെഗാപിക്സലിലായിരുന്നു ക്യാമറ സെൻസർ വരുന്നത്. ഇതിൽ നമുക്ക് 50 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വന്നേക്കുന്നത് കേട്ടോ. അതും ഇമ്പ്രൂവ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് തിക്നെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ സമയത്ത് തിക്നെസ് 10 mm ആക്കി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് 8 ഇഞ്ചാണ് സൈസ് വരുന്നത് സ്ക്രീനിൻ്റെ. അതുപോലെ തന്നെ ഔട്ടർ സ്ക്രീനിൻ്റെ 6.4 ഇഞ്ച് കിട്ടാം. രണ്ടും സൂപ്പർ ഫ്ലോയിഡ് OLED ഡിസ്പ്ലേനെ വരുന്നത്. നമുക്ക് ഡോൾബി വിഷൻ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ Android 15-ലായിരിക്കും ഇത് വരാൻ പോകുന്നത്. 15 ആയിരിക്കുന്നല്ല 15 തന്നെയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 20 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ് വരാൻ പോകുന്നത്. പിന്നെ 2 സെൻസർ വരുമെന്ന് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ 2 സെൻസർ അല്ല, ആക്ച്വലി ഓപ്പൺ ചെയ്യുമ്പോഴും ഫോൾഡ് ചെയ്യുമ്പോഴും 2 സെൻസർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൽ ഒരെണ്ണം 20 മെഗാപിക്സലും ഒരെണ്ണം 30 മെഗാപിക്സലാണ് വരാൻ പോകുന്നത് കേട്ടോ. ഹാസൽബ്ലാൻഡിൻ്റെ കൊളാബറേഷൻ വരുന്ന സംഭവമൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് വേറെ കോസ്മെറ്റിക് ചേഞ്ചസ് ഒന്നുമില്ല. USB Type C വരാൻ പോകുന്നത് 3.1 Gen ആണ് വരാൻ പോകുന്നത്.
ഫിംഗർ പ്രിന്റ് ഇമ്പ്രൂവ് ചെയ്തെന്ന് പറയുന്നുണ്ട്. സൈഡ് മൗണ്ട് തന്നെയാണ് ഇപ്പോഴും കേട്ടോ. വണ്ടി ഓൺ ഇൻ ഡിസ്പ്ലേ അല്ല. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ വയർഡ് ചാർജിങ്ങും 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഇതിൽ വന്നിട്ടുണ്ട്. ബാറ്ററി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 5900 mAh ബാറ്ററി വരാണ്. അത് ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസ് കുറച്ചിട്ടും അവർക്ക് ഇത്രയും പണ്ടത്തെ വേരിയന്റിൽ എനിക്ക് തോന്നുന്നത് 4500 4800 സൈസ് mAh ബാറ്ററി ആയിരുന്നു. ഇപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോൾഡ് കമ്പയർ ചെയ്താലും അതിനും ഓൾമോസ്റ്റ് 4500 4800 ആ റേഞ്ചിൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതൊരു വൺ ജമ്പ് തന്നെയാണ്. അപ്പോൾ ബാറ്ററി ബാക്കപ്പും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സാധനം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി ഫോൾഡബിൾ ഫോൺ നിങ്ങൾക്ക് അറിയും ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം എന്താ പറയുക ഒരു ബിസിനസ് ആൾക്കാരും അതുപോലെ തന്നെ എന്താ പറയുക സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് ഫോൾഡബിൾ ആണ്. എന്നുവെച്ചാൽ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ഐഫോൺ ഇപ്പോൾ പണ്ടത്തെ നോക്കിയ കൊണ്ടുനടക്കുന്ന പോലെയാണ് അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഐഫോൺ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അത്രയും വാല്യൂ ഇല്ല സാധനം ഇപ്പോൾ കുറച്ച് എന്താ പറയുക ഇതുപോലെ തന്നെ ഹൈ ക്ലാസ് പീപ്പിളൊക്കെ ഇപ്പോൾ കൊണ്ടുനടക്കുന്നത് ഫോൾഡബിൾ ഫോണുകളാണ്. അപ്പോൾ ഫോൾഡബിൾ ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 1,00,000 മുകളിൽ അല്ലെങ്കിൽ 1,50,000 മുകളിലൊക്കെയാണ് പ്രൈസ് വരിക. അപ്പോൾ പിന്നെ നമുക്കത് മൾട്ടി യൂസ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. എന്ന് വെച്ചാൽ ഫ്രണ്ട് സ്ക്രീനിൽ നമുക്ക് നോർമൽ യൂസ് പോലെ ഉപയോഗിക്കാം, തുറന്നു കഴിഞ്ഞാൽ ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച് യൂസേജ് ഉണ്ട്. പക്ഷേ നിങ്ങൾ സാധാരണ ഒരു എന്താ പറയുക സ്കാൻഡി ബാർ ഫോണിലേക്ക് മാറുമ്പോൾ ഇനീഷ്യലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ സൈസ് കൂടുതലായിരിക്കും, വെയിറ്റ് എന്തായാലും 250 ഗ്രാം എന്തായാലും മിനിമം ഉണ്ടായിരിക്കും. പക്ഷേ നോർമൽ നമ്മുടെ എന്താ പറയുക iPhone 16 Pro Max ഒക്കെ എന്തായാലും ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഒരു കുറച്ച് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ഇറങ്ങിയ 6ൽ വെയിറ്റ് കുറവാണ്. പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5 കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കുറവാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് ഒരു സ്ലിം ആക്കിയിട്ടും വെയിറ്റ്ലെസ് ആക്കിയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഞാൻ എല്ലാ ബ്രാൻഡും ഉപയോഗിച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറേയൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ആപ്പിൾ ഐഫോൺ തന്നെയാണ്, സാംസങ് തന്നെയാണ്. അതല്ലാണ്ട് നമുക്കൊരു ഫോൾഡ് ഫോൺ എന്ന് വേണമെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഈ സാധനം OnePlus ഓപ്പൺ നോക്കിയത്. പ്രൈസും കുറവാണല്ലോ. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്ന് വെച്ചാൽ 1,00,000 ഫോൺ വാങ്ങിക്കാന്നൊക്കെ പറയുന്നത് എന്താ പറയുക ബ്ലണ്ടറാണ് ശരിക്കും ഫൈനാൻഷ്യൽ ഡിസിഷനിൽ. പക്ഷേ നമുക്കിപ്പോൾ വീഡിയോ പർപ്പസിന് ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീഡിയോ വെക്കുക. അതുകൊണ്ട് ഐഫോൺ എനിക്ക് സത്യം പറഞ്ഞാൽ വെറുത്തു. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ ഐഫോണിൻ്റെ ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോ പർപ്പസിന് പറഞ്ഞാൽ വേണം, അതുകൊണ്ടാണ് നമ്മൾ ഐഫോൺ വാങ്ങിച്ചത്. ഞാൻ അത് എപ്പോഴും മാറ്റി തന്നെ. എനിക്കിത് എക്സ്ചേഞ്ച് ചെയ്താൽ പോലും OnePlus ഓപ്പൺ അത്യാവശ്യം നല്ല ഡീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആ സാധനം ആമസോണിൽ ഭയങ്കര ലേറ്റ് ആണ്. ഡെലിവറി 2 ആഴ്ച 3 ആഴ്ചയ്ക്ക് കാണിക്കുന്നത്. അതാണ് ഒരു കുഴപ്പം. വേറെ സ്ഥലത്ത് ഇത് അവൈലബിളും അല്ല, അതാണ് പ്രോബ്ലം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ന്യൂസ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.